നിർണായക വിവരം കൂടി വരികയാണ്. ശബരിമല ദ്വാരപാലക പാളികളുടെ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജയിലിലെത്തിയാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മനീഷ് മഹിവാലാണ് ചെയ്തത്. മനീഷ്, അങ്ങനെ 2 കേസുകളിലും ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായിരിക്കുകയാണ്. വിനീത വേണു, ദേവസ്വം മാനുവലിന്റെ ലംഘനം നടത്തിയത് തന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മഹർസറിൽ ഒപ്പിട്ടത് തന്ത്രിയാണെന്ന രീതിയിലായിരുന്നു ആദ്യം തന്ത്രിക്കെതിരെ കേസെടുത്തത്. വാതിൽപ്പാളി കേസിലാണ് ആദ്യം തന്ത്രിക്കെതിരെ കേസെടുത്തതും ആ കേസിൽ പിന്നീട് തന്ത്രി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ഇപ്പോഴിതാ ദ്വാരപാലക കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ജയിലിലെത്തി SIT രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരം കൂടി പുറത്തു വരുന്നു. അങ്ങനെ SIT 2 കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കേസിൽ ഇപ്പോൾ ഇതാ 12 പ്രതികൾ, ഈ കേസിൽ രണ്ടാമത്തെ കേസിലും 2 പ്രതികൾ 12 പ്രതികളാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യം തന്ത്രി കണ്ഠരര് മോഹനരെ ചോദ്യം ചെയ്തെങ്കിലും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അറിയിച്ചിരുന്നത് തനിക്ക് ബന്ധമില്ല, ഇതെല്ലാം തീരുമാനിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി എന്ന രീതിയിൽ, സ്വതന്ത്ര ബോഡി എന്ന രീതിയിൽ ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ വലിയ ലംഘനം, ദേവസ്വം മാനുവലിന്റെ വലിയ ലംഘനം, മഹർസറിൽ ഒപ്പിട്ടത് തന്ത്രിയാണ്. അത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ അത് വ്യാജ മഹർസർ ആണെന്ന് തന്നെ ഈ തന്ത്രിക്ക് അറിയാമായിരുന്നു. അങ്ങനെ വ്യാജ മഹർസറിൽ ഒപ്പിട്ടത് എങ്ങനെ എന്ന SITയുടെ ചോദ്യത്തിന് പക്ഷേ തന്ത്രിക്ക് മറുപടിയില്ലായിരുന്നു. അങ്ങനെയാണ് വാതിൽപ്പാളി കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് ആദ്യം രേഖപ്പെടുത്തുന്നത്. പിന്നീട് 2019 മെയ് മാസത്തിലും ജൂലൈ മാസത്തിലും ഒക്കെ തന്നെ ഈ സ്വർണം പൂശിയ പാടുകൾ കൊടുത്തുവിടുമ്പോൾ, അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടുമ്പോൾ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമ്പോഴും അത്തരം വിവരങ്ങൾ അറിയാമായിരുന്നു. വ്യാജ മഹർസറിൽ ഒപ്പിട്ടത് ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ്. അതിന്റെ ബെനിഫിഷ്യറിയായി തന്ത്രി കൂടി മാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും SIT ജയിലിലെത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും